കൊടുക്കുന്നിൽ സുരേഷ് എം പി ടെലിഫോൺ ലൈനിൽ. ശ്രീ കൊടുക്കുന്നിൽ സുരേഷ്, ഇപ്പോൾ സംസ്ഥാന കിഫ്ബിയുടെ കീഴിൽ നിർമ്മിക്കപ്പെട്ട റോഡുകളിൽ കൂടി ടോൾ എങ്ങനെ പിരിക്കാമെന്നതിനെക്കുറിച്ചുള്ള പഠനം നടക്കുകയാണ്. ഇപ്പോൾ ഇല്ല എന്നാണ് മാത്രമാണ് കഴിഞ്ഞ ദിവസവും ധനമന്ത്രി പറഞ്ഞത്. അതായത് അടുത്ത സമീപഭാവിയിൽ നമ്മൾ പ്രതീക്ഷിക്കണമെന്ന്. എങ്ങനെയാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്? നല്ല റോഡുകൾക്ക് ടോൾ കൊടുക്കണമെന്ന നിലപാട് നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ, അതോ ഇത് പ്രതിഷേധാർഹമാണോ? കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ കൊള്ളയടിക്കാമെന്ന് ഗവേഷണം നടത്തുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ആയിരുന്നാലും ഡിവൈഎഫ്ഐ ആയിരുന്നാലും മറ്റ് പോഷക സംഘടനകളായിരുന്നാലും നാഷണൽ ഹൈവേ ടോൾ പിരിക്കുന്നതിരെ, നാഷണൽ ഹൈവേ നിർമ്മിക്കുന്ന റോഡുകളും പാലങ്ങളിലും ടോൾ പിരിക്കുന്നതിരെ സമരവും പ്രക്ഷോഭവും നടത്തുന്ന ഒരു പാർട്ടിയും ഒരു മുന്നണിയും. ഇപ്പോ സംസ്ഥാന ഗവൺമെന്റ് പണിത റോഡുകൾ, അത് വെച്ച് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിത റോഡുകളിൽ ടോൾ വേണ്ടി തീരുമാനമെടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ടോൾ പിരിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന് പറയുന്നത് അങ്ങേറ്റം പ്രതിഷേധമാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പറഞ്ഞതിന് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാത, അത് രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ്. അതിൽ ഭൂരിഭാഗവും തകഴി മുതൽ ഏതാണ്ട് നീരേറ്റുപുറം വരെ എന്റെ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട കുട്ടനാട് നിയോജകമണ്ഡലത്തിൽ വരുന്നതാണ്. ഏതാണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ജി സുധാകരൻ മന്ത്രിയായിരുന്നപ്പോൾ തകർന്നു കിടന്ന ആ റോഡ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് പണിഞ്ഞത്. അന്ന് അത് ആ റോഡ് പുനർനിർമ്മാണം നടത്തിയിട്ട് ഇപ്പൊ 7 വർഷം ആയിക്കഴിഞ്ഞു, അല്ലെങ്കിൽ 9 വർഷത്തോളമായി കഴിഞ്ഞു. കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ, ഇപ്പൊ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വർഷമാണല്ലോ. അപ്പൊ ഏതാണ്ട് 9 വർഷം കഴിഞ്ഞു. 9 വർഷം കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും ആ റോഡ് പുനരുദ്ധാരണത്തിന് സമയമായി വരികയാണ്. വീണ്ടും ആ റോഡ് പുനരുദ്ധരിക്കേണ്ട സമയമായി വരികയാണ്. അതിനിടയിൽ പഴയ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കിഫ്ബിയിൽ പണിതതിന്റെ പേരിൽ 9 വർഷങ്ങൾക്ക് മുമ്പ് പണിതതിന്റെ പേരിൽ ടോൾ പിരിക്കാൻ പോകുന്നത് അശാസ്ത്രീയമാണ്. അതൊരു തുക പരിഷ്കാരമാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സർക്കാരിന് പണമില്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് പകരം പാവപ്പെട്ട സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ഓട്ടോറിക്ഷക്കാരനെയും ടൂ വീലർ യാത്രക്കാരനെയും ഒക്കെ പിഴിഞ്ഞെടുക്കാനുള്ള നീക്കം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് സമ്മതിച്ചു കൊടുക്കത്തുമില്ല. അത് ജനങ്ങൾ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലല്ല, ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരും. കിഫ്ബി റോഡുകൾ ഒരു കാരണവശാലും കിഫ്ബിയിൽ പണിയുന്ന ഒരു റോഡിനോ പാലത്തിനോ കെട്ടിടങ്ങൾക്കോ ഒന്നും നികുതി ചുമത്തത്തില്ല എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഇപ്പോൾ അവര് അത് പ്ലേറ്റ് മാറ്റിയിരിക്കുന്നു. ഇപ്പൊ അവര് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് സംസാരിച്ചതിന് അദ്ദേഹം പറയുന്നത് ഇത് പ്രതിഷേധാർഹമാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾ, അല്ലെങ്കിൽ കോൺഗ്രസ് എന്നൊരു പാർട്ടി മാത്രമല്ല, ജനങ്ങൾ തന്നെ പ്രതിഷേധത്തിന് മുന്നിൽ ഉണ്ടാകും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്.